ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വിഷയസുഖങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട്, എന്താണ് വിഷയസുഖം? കണ്ണിലൂടെ പല കാഴ്ചകൾ കാണുക, ചെവിയിലൂടെ പല ശബ്ദങ്ങളും ആസ്വദിക്കുക, നാവിലൂടെ പലതരത്തിലുള്ള രസങ്ങൾ ആസ്വദിക്കുക. ഇതെത്ര ആസ്വദിച്ചാലും മതി വരില്ല. എന്നാൽ അമിതമായാൽ അത് തന്നെ ദുഃഖത്തിനും കാരണമായി വരുന്നു. നല്ല കാഴ്ചകൾ കുറേ കാണുമ്പോൾ കുറച്ച് കണ്ടാൽ മടുക്കും. പിന്നെ കണ്ണിനും ക്ഷീണമാണ്. കണ്ണിൻ്റെ കാഴ്ച പോയാൽ ദുഃഖമായി, അയ്യോ ഇതൊന്നും കാണാൻ എനിക്ക് സാധിക്കില്ലല്ലോ. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. അല്പസമയത്തെ സുഖം മാത്രമേ ഇവയെല്ലാം നമുക്ക് തരുന്നുള്ളൂ. എന്നാൽ നാം കാണുന്ന വസ്തുവിലാണോ സുഖം? ഒരിക്കലുമല്ല. ആ വസ്തു കണ്ടപ്പോൾ നമ്മുടെ മനസ്സൊന്ന് നിശ്ചലമായി. ആ മനസ്സ് നിശ്ചലമായപ്പോൾ നമുക്ക് അനുഭവമായതാണ് സുഖം എന്ന് പറയുന്നത്. എന്നാൽ ആ വസ്തുവിൽ തന്നെ നാം കുറച്ചധികം സമയം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ. അത് ചലനാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ സുഖവും നഷ്ടമാകുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അനുഭവിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് നിശ്ചലമായപ്പോഴാണ് നമുക്ക് ആ സന്തോഷം, സംതൃപ്തി, സുഖം, ആനന്ദം ഇതൊക്കെ അനുഭവമായത്. എന്നാൽ വിഷയങ്ങളിൽ കൂടി കാണുന്ന വസ്തുക്കൾക്ക് എപ്പോഴും അതേ സുഖത്തെ തരാൻ നമുക്ക് സാധിക്കുകയില്ല. അന്യമായി കാണുന്നതിൽ നല്ല സുഖം തോന്നും, എന്നാൽ അത് എൻ്റേതായി കഴിയുമ്പോൾ അതിൽ സുഖമേ ഇല്ല. ഇതൊരു സത്യമല്ലേ? അപ്പം ആ വസ്തുവിലാണ് സുഖമെങ്കിൽ അന്യമായി കാണുമ്പോഴും തനിക്കത് കിട്ടിയപ്പോഴും സുഖമല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷേ തൻ്റേതായി കഴിയുമ്പോൾ അതിലൊരിക്കലും സുഖം അനുഭവവേദ്യം ആവുന്നില്ല. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ സുഖം ഇരിക്കുന്നത് ആ വസ്തുവിലല്ല, ആ നമ്മുടെ മനസ്സിൻ്റെ ആ മാറ്റത്തിലാണ് നമുക്ക് സുഖം അനുഭവമാകുന്നത്. എന്നാൽ ഈ മനസ്സ് ചലനമായ അവസ്ഥയിൽ നിന്നും നിശ്ചലമായ അവസ്ഥയിലേക്ക് എത്തിയാൽ, അതായത് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ചലനാത്മകമാണ്. ആ വസ്തുക്കളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സെത്തുമ്പോൾ മനസ്സ് കൂടുതൽ ചലനാത്മകമാകുന്നു. അപ്പോൾ ഐഹികമായ ഒരു സുഖമാണ് അനുഭവമാകുന്നത്. എന്നാൽ അത് നിശ്ചലമായ, ഇതിനെല്ലാം കാരണഭൂതമായിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് തിരിച്ചു പോയാൽ മനസ്സൊരിക്കലും ചലിക്കുന്നില്ല. അങ്ങനെ ചലിക്കാത്ത ഒരവസ്ഥ നമ്മുടെ മനസ്സിന് വരുമ്പോൾ ഒരു വസ്തുവിൻ്റെയും സാന്നിധ്യം ഇല്ലെങ്കിലും പരമമായ സുഖം, നിർവൃതി നമുക്ക് അനുഭവമാകും. അത് ആ അവസ്ഥയിലേക്കൊന്ന് എത്തുമ്പോഴേ നമുക്കത് അനുഭവവേദ്യം ആവുകയുള്ളൂ. അതിനാൽ നമ്മുടെ മനസ്സിനെ നാം എപ്പോഴും പരിശീലിപ്പിക്കേണ്ടത് അതാണ്. എന്തായിരിക്കണം നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത്? വിഷയങ്ങൾ നുകർന്നും കൊണ്ടിക്കാണുന്ന ശരീരമാം ഞാനെന്നുറച്ചതിൽ തന്നെ വലയുന്നു ഗൃഹസ്ഥനായി. ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഒന്ന് കിട്ടുമ്പോൾ തോന്നും ഇതല്ല എനിക്ക് വേണ്ടത്, അതാണ് വേണ്ടത് എന്ന്. പിന്നീടുള്ള ശ്രമം മുഴുവൻ അതിനു വേണ്ടിയായി. അങ്ങനെ അതും കയ്യിൽ കിട്ടിയാൽ കിട്ടുന്നത് വരെയുള്ളൂ, കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലില്ല.
അതായത് അന്യമായതിൽ കിട്ടുന്നത് വരെ തോന്നും കിട്ടിയാൽ സുഖമാകും എന്ന്. പക്ഷേ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ സുഖമില്ല, കാരണം അതിൽ മനസ്സ് നിൽക്കുന്നില്ല. അപ്പോൾ മറ്റേതിലാണ് സുഖം എന്ന് തോന്നും. ഇങ്ങനെ ലോകത്തിലെ ഓരോ വസ്തുക്കളെയും മാറി 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 അനുഭവിച്ചു കൊണ്ടിരുന്നാലും അപ്പോഴേക്കും നമ്മുടെ ആരോഗ്യവും ആയുസ്സും ക്ഷയിച്ചു നാം ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്കെത്തുന്നു. ഇപ്രകാരത്തിലുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. വിഷയങ്ങൾ നുകർന്നും കൊണ്ടിക്കാണുന്ന ശരീരമാം. അപ്പോൾ ഈ കാണുന്ന ശരീരം വാസ്തവത്തിൽ ഞാനാണ് എന്നുകൂടി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ പോലും നാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണെന്ന് പറയുമ്പോൾ ഉറപ്പാണ് ഞാൻ ഈ ദേഹമാണ് എന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ നുകർന്നും കൊണ്ടിക്കാണുന്ന ശരീരമാം ഞാനെന്നുറച്ചതിൽ തന്നെ വലയുന്നു ഗൃഹസ്ഥനായി. ഈ കാണുന്ന ശരീരം തന്നെയാണ് ഞാൻ. ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഇതെൻ്റെ ഇന്ന ആളാണ്, ഇതെൻ്റെ ഇന്ന ആളാണ്. ഇത്യാരത്തിലുള്ള ഈ തരംതിരിവുകളൊക്കെ ഈ ഞാൻ ശരീരമാണെന്ന തോന്നലിൽ ഉണ്ടായവയാണ്. ഞാൻ ദേഹമാണെന്ന തോന്നലുള്ള കാലം വരെ നമുക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ നാം പരമമായ സത്യത്തെ അറിയാൻ കഴിയാതെ ഇതിൽ തന്നെ ഭ്രമിച്ച് കാലം കഴിഞ്ഞു പോകുന്നു. വിഷയങ്ങൾ നുകർന്നും കൊണ്ടിക്കാണുന്ന ശരീരമാം ഞാനെന്നുറച്ചതിൽ തന്നെ വലയുന്നു ഗൃഹസ്ഥനായി. ഇതിൽ വലയുന്നു ഓരോരുത്തരും ഗൃഹസ്ഥനായിക്കൊണ്ട്. ഇപ്രകാരമല്ലേ ജീവിതം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരവസ്ഥ നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നു. അതിനെ അറിയാനുള്ള ശ്രമമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്.